ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തെങ്കിലും നടന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടി ഷോറൂമിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അറിയായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി ഇറങ്ങണം. അപ്പോൾ നമ്മുടെ വണ്ടി തട്ടിയതൊന്നും അല്ല വിഷയം. ഞങ്ങൾ ആ വീട് കാണിച്ചത് ഭയങ്കര വിഷയമായി. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ടൗൺഷിപ്പ് ഇതിനു മുമ്പ് വന്നിട്ടില്ല, വയനാട്ടിൽ. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയണം. പിന്നെ അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വയനാട്ടിലുള്ളവരാണെങ്കിൽ പോലും എവിടുന്ന് എല്ലാ സ്ഥലത്തുനിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള എല്ലാ മലയാളികൾ മാത്രമല്ല അല്ലാത്തവരൊക്കെ പൈസ മുടക്കിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പൈസ ഇട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇട്ട ആൾക്കാരാണ്. ഞങ്ങൾ ആ വീഡിയോയിൽ പറയുന്നേ ഇല്ല. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ കുരു പൊട്ടുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പാവപ്പെട്ടവർക്ക് കിട്ടിയ വീടൊന്ന് കാണിക്കാനാണ് ഞങ്ങൾ പോയത്. ഒരുപാട് പേര് ഇതേപോലെ വീടുകൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഈ പോത്തോട്ടി ഭാഗങ്ങളിലായിട്ടും 2-3 വീട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാനന്തവാടി ഭാഗത്ത് വേറെ വീട് കൊടുത്തിട്ടുണ്ട്. ഈ തൃക്കൈപ്പറ്റ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. നമ്മൾ അതൊന്നും മൊത്തത്തിൽ കാണിക്കാൻ നിന്നാൽ അതിന് തന്നെ ഞങ്ങൾക്ക് സമയം. ഒരുപാട് വീടുകളുണ്ട്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, ചേട്ടേ പൈസ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഓരോ ആൾക്കാരും പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെയും കൂടി ഒരു സംഭവമാണ്. അത് കാണണം നമ്മള്. നിങ്ങൾ ഇനി ഈ പാർട്ടിയായിട്ട് ബന്ധിപ്പിക്കുന്നത് നമ്മൾ അതിൽ പാർട്ടിയായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങള് പ്രൊമോഷൻ വർക്കാണ്, ഞങ്ങൾക്ക് അതിന് 10 രൂപ കിട്ടിയിട്ടില്ല. 10 രൂപ ഞങ്ങൾക്ക് അതിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആരോടെ മുഖ്യമന്ത്രിനോട് പോയി പൈസ മേടിക്കണം. എന്തൊക്കെ ചെയ്യാ. പിന്നെ അത് കാരണം ഇനി ഞങ്ങളുടെ വീഡിയോ കാണില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അവർ കാണുന്നത് അല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. അവരോട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. കാര്യം എന്താ വെച്ചാൽ, ഞങ്ങള് ഇന്ന് വരെ ഞങ്ങളുടെ ചാനലിൽ ഒരു പാർട്ടിയോ ഒരു മതമോ സംസാരിക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾ. അതിൽ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പാർട്ടി ബേസോ മതമൊന്നും നിങ്ങൾ സംസാരിക്കാറില്ലല്ലോ, എന്താ പറ്റിയെന്നൊക്കെ. ഇപ്പോൾ ഒന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾ അന്നത്തെ ആ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ മുസ്ലിം ലീഗിന്റെ വീട് കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ വണ്ടി ഇടിക്കുന്നത്. അത് തൃക്കൈപ്പറ്റയാണ്. നമുക്ക് തൃക്കൈപ്പറ്റ പോകണം. അപ്പൊ അത് വേറെ സ്ഥലത്തല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വീഡിയോ ചെയ്യേണ്ട. പിന്നൊരു ദിവസം ചെയ്യാം, അതും നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ എന്ന് തന്നെ ഞങ്ങളെ മനസ്സിലുണ്ട്. പക്ഷെ വണ്ടി ഇടിച്ചതാണ് നമുക്ക് അതിലൊരു പ്രശ്നം പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് വണ്ടി അവിടെ വെച്ച് ആർക്കാണെങ്കിലും ഞങ്ങൾ പൊന്നുപോലെ നോക്കി നടന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുള്ള ആൾക്കാരാണ്. വണ്ടി തട്ടുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത്രയും ഫീൽ ആയിപ്പോൾ. കാരണം പെട്ടെന്ന് നമുക്ക് വണ്ടി ഇല്ലാണ്ടാവുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും ഞങ്ങൾ ഓട്ടോയും ബസ്സിലൊക്കെ കയറി പോകുന്നു. നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞാരിക്ക് വയ്യാണ്ടായി, ഇവിടെ വണ്ടിയില്ല. ഞങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചേട്ടൻ്റെ വണ്ടി ഇവിടെ ചേട്ടൻ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് എടുത്ത് വേഗം ഓടി. അങ്ങനെയാണ് ഞങ്ങൾ കൊച്ചിനെ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. ഇനി ഞങ്ങൾ പ്രൊമോഷൻ വർക്കാണ് പാർട്ടിയിലേക്ക് വലിച്ചിടുന്നത്. ഒരു പാർട്ടീനെയും ബേസ് ചെയ്തിട്ടല്ല ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും അവരുടേതായ പാർട്ടികളുണ്ട്. അതെ, അതൊക്കെ മനസ്സിൽ വെക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങളത് ഒരിക്കലും ഒരു ചാനലിലൂടെ ഞങ്ങളുടെ പാർട്ടി ഇതാണ് എന്ന് പറഞ്ഞ് ഇതുവരെ ഞങ്ങൾ ആരുടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതെല്ലാവരും ഞങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചെലവ്, മൊത്തത്തിലുള്ള ചെലവ്, നമ്മുടെ യാത്ര, ടോൾ എത്രയായി, പെട്രോൾ എത്രയായി, എത്ര കിലോമീറ്റർ ഓടി, ഞങ്ങളുടെ അനുഭവങ്ങൾ എല്ലാം കൂടി കൂട്ടി ഇണക്കിയ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിട്ട് ചേട്ടന്റെ ബൈക്ക് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ പോവാം. എന്നിട്ട് രാവിലെ ഇവിടെ കൊണ്ടുപോയിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കൂടി ഒന്ന് പോവാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഓൾമോസ്റ്റ്, ഞങ്ങൾക്ക് മാത്രമാണ് ഇല്ലാത്തുള്ളൂ, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും കാപ്പിയാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഫുള്ള് പൂത്ത്. എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ, ചേട്ടയ്ക്ക് അതിനകത്ത് പങ്കുണ്ടോയെന്ന് അറിയില്ല, ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഒരു 5 സെന്റ് സ്ഥലം വാങ്ങണം, അതിന് നിറച്ച് കാപ്പിയൊക്കെ വെച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ. ഫുള്ള് കാപ്പി. അവർ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്, ഇപ്പം ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുള്ള് കാപ്പിയാണ് പൂത്തിട്ട്. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു കളറങ്ങ് മങ്ങിയില്ലേ, ഉണങ്ങാൻ തുടങ്ങി. ആദ്യത്തെ കളറാണെങ്കിൽ നല്ല ഭംഗിയായത്. ആ ചെടീന്റെ പേര് ചെമ്പരത്തിയോ അല്ല, ഒരു കളർ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിൽക്കുന്ന ക്രിസ്റ്റീന. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അവരുടെ വീട്ടിലെ. സെറ്റപ്പ് ആക്കിയല്ലോ. ഇവിടെ കല്യാണം ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒക്കെ പോയിട്ട് കുറെ നാളുകളായി. അതാണ് വേറെ സത്യം. അതുകൊണ്ട് ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു. അതെ, പിന്നെ നല്ല സ്വസ്ഥമായി ഇരുന്ന് ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും വീഡിയോ എടുക്കാറുള്ളത് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ്. ഞങ്ങളുടെ കഥകും കുറ്റിയിട്ട് വീഡിയോ. ഈ പ്രാവശ്യം ചെറിയൊരു ചേഞ്ച്. കുഞ്ഞാറ്റ ഇല്ല കേട്ടോ, കുഞ്ഞാറ്റ അംഗനവാടി പോയി.
കൊച്ചു ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് കൊച്ചു പറയുക. ഇതൊക്കെ എന്താ ഇവിടെയൊക്കെ വീടെന്തോ വരുന്നുണ്ടോ? എനിക്കറിയില്ല, എന്തായിട്ട് പറയാലോ. ഇതൊക്കെ ഞങ്ങൾ പോയതിനു ശേഷം സംഭവിച്ച മാറ്റങ്ങളാണ് കേട്ടോ. 2 മാസം കൊണ്ട് എന്തുമാത്രം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തേ ഇല്ല എന്നല്ലേ. നമുക്ക് നേരെ വയലിൽ എവിടെയെങ്കിലും പോയിരിക്കാം അല്ലേ. ഇതാണ് നമ്മുടെ ഷാരൂഖ് ഖാനോ അല്ല, ഇതാണ് നമ്മുടെ നാട്. അതെ, ഇതുണ്ടോ പശുക്കൾ മേയുന്നു, നല്ല പച്ചപ്പായ ഏരിയ. അപ്പൊ നമുക്ക് അവിടെ എവിടെയെങ്കിലും പശുക്കൾ നമ്മളെ തന്നെ നോക്കും. ഇതെന്താ ഉമ്മാരുടെ പരിപാടി? നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഉമ്മാർക്ക് എന്താ ഇവിടെ പരിപാടി? നമുക്ക് ഇതിലേക്ക് ഇറങ്ങിയാലോ? യെസ്. അപ്പൊ നമ്മളൊരു തോടുണ്ട് കേട്ടോ. നമ്മളെ കത്ത് പാട്ട് കുഞ്ഞാറ്റ പറഞ്ഞ പോലെ ഞങ്ങൾ വീഡിയോ ചെയ്തത് ഇവിടെ നിന്നായിരുന്നേ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പൊ തൊഴിലുറപ്പിന്റെ ആയിരിക്കും ആ കുളം, വലിയൊരു കുളം. ഇവിടെ ഇരുന്ന് നമ്മുടെ സമാധാനമായിട്ട് ചെലവ് കേട്ട് തല കറങ്ങാം അല്ലേ. ഞങ്ങൾ ഓൾറെഡി ഒന്ന് ചെലവ് കേട്ട് തല ഇറങ്ങിട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ആരും നിങ്ങളുടെ വരവിനെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കരുത്. ഞങ്ങൾക്ക് പറയാൻ മാത്രമുള്ള വരവൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് വലിയ പറയുന്നില്ല. അത് ഞങ്ങൾ വീഡിയോയിൽ ഇരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറയാം കേട്ടോ ഇതിനെപ്പറ്റി വിശുദ്ധമായിട്ട്. അത് എല്ലാവർക്കും എന്നാലാണ് മനസ്സിലാവത്തുള്ളൂ. അതെ. അപ്പം ഞങ്ങളുടെ തോട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നുണ്ട്. വെള്ളം അത്യാവശ്യം ഉണ്ട് അല്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതായിരിക്കാം, ഈ പാറയിൽ അങ്ങ് ഇരിക്കുക. കണക്ക് ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകും. ബഡ്ജറ്റ് അവതരണമാണ് നാഗാലാൻഡ് യാത്രയുടെ ബഡ്ജറ്റ് അവതരണം. ഇരുന്നല്ലേ, ഞാൻ ഇവിടെ ഇരിക്കും. ഇങ്ങനെ മതി മതിയല്ലേ? രസമുണ്ട്. ഓക്കെ, നീ അവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം അല്ലേ. നല്ല അനുഭവങ്ങളായിരുന്നു ഈ പ്രാവശ്യം. അതെ, കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങളിങ്ങനെ സ്ഥലങ്ങളിലൊന്നും പോയി നിൽക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ലാന്ന് കുറച്ച് കമൻസ് കണ്ടിരുന്നു. അതെ. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത യാത്ര വെച്ച് നമുക്ക് ശരിയാക്കാവുന്നതാണ്. പിന്നെ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തിരിച്ചും സ്നേഹിക്കണമല്ലോ. ഒരുപാട് പേര് വിളിച്ചിരുന്നു, നമുക്ക് പോകാൻ പറ്റാത്തൊരു പ്രശ്നമുള്ളൂ. അതെ, കാരണം ഇപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുക. അപ്പോൾ അവർ നമ്മളടുത്ത് ഇങ്ങനെ പറയും നിങ്ങൾ 2 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാം, നിങ്ങളുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറുമല്ലോ. ഞങ്ങൾ ഷാനുഖാൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഷാനുഖാൻ്റെ സൂര്യചേട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഫുഡ് പോലും ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കിച്ചില്ല. ഫുൾ റെസ്റ്റ് തന്നു, അവരെന്നെ ഉണ്ടാക്കി തന്നു, ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. സത്യസന്ധമായിട്ട് പറയാമല്ലോ, കാരണം അന്ന് വരെ ഞങ്ങൾ മടുത്ത് തന്നെയാണ് ചെന്നിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളുടെ ഒരു ഹെൽപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, അത് യാത്ര പോകുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടാണ്. അതെ, നമുക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ് അത്. തേങ്ങയൊന്നും വീഴില്ലല്ലോ അല്ലേ. അത് ശ്രദ്ധിച്ചു വേണം. ഈ തെങ്ങിൻ്റെ ഒക്കെ ചോട്ടിൽ പോയിരുന്നാലേ പണ്ട് ന്യൂട്ടന് പറ്റിയ പോലെ ആയിരിക്കില്ല, തേങ്ങ വീണാൽ ചിലപ്പോൾ തീരും. അതോടെ തീരാവുന്ന കേസേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട് എന്ന് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി തന്നെയാണ് കേട്ടോ. കാരണം അത്രയും ദിവസം നമ്മൾ മടുത്തങ്ങ് ചെല്ലും കൂടി ആകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു. പിന്നത്തെ നെഗറ്റീവ് നിങ്ങൾക്ക് ആ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ തന്നെ പിന്നെന്താ യാത്ര നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ വണ്ടി അതിലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നാനോയും ഈക്കോയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ ഈക്കോ അടിപൊളി വണ്ടിയാണ്, അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. പല സ്ഥലത്തും നമ്മളിപ്പോൾ വീഡിയോയിൽ പറയുന്നത് എത്ര ലിറ്റർ എണ്ണ അടിച്ചു എന്ന് പറയില്ല, എത്ര കിലോമീറ്റർ ഓടിയെന്നേ പറയുള്ളൂ. അത് വെച്ചാരും കാൽക്കുലേറ്റ് ചെയ്യരുത്, കാരണം പല സ്ഥലത്തും പല റേറ്റാണ്. ഊട്ടിയിലൊന്നും വലിയൊരു മൈലേജ് കിട്ടിയിട്ടില്ല, കാരണം ഫുള്ള് കയറ്റമാണ്. കയറ്റം ഇറക്കൊക്കെ ആകുമ്പോൾ നമുക്ക് മൈലേജ് കുറയും. അതേപോലെ നല്ല റോഡുകളല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് മൈലേജ് കുറയും, കുറയുണ്ടാവും. കാരണം അവിടെയൊക്കെ വഴി ഇച്ചിരി മോശമുണ്ട്. പിന്നെ എന്താണ്, നാഗാലാൻഡ് നമ്മുടെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഇറച്ചീൻ്റെ ഒരു മാർക്കറ്റാണ്. പിന്നെ നമ്മൾ നാനോയും ഈക്കോയും തമ്മിലുള്ളൊരു വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ മൈലേജ്, പിന്നെ കുറച്ച് സ്പേസും കൂടുതലുണ്ട് ഈക്കോയ്ക്ക്. പിന്നെന്താ, കളറാ അല്ല, ഞങ്ങൾക്ക് നാനോയിലായിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് റൂം എടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ആകെ എടുത്തേക്കുന്ന റൂം 3 റൂമാണ് അല്ലേ. പിന്നെ ഫുഡാണെങ്കിലും ഓൾമോസ്റ്റ് ഒക്കെ കുക്ക് ചെയ്യാൻ, പിന്നെ വയ്യാതിരുന്ന സമയങ്ങളിലൊന്നും കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ഈ പ്രാവശ്യം നമ്മൾ കൂടുതലും കുക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്നാലും ചില സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അതെ, എല്ലാ സ്ഥലത്തും ഫുഡ് ഞങ്ങൾ പോയപ്പം ഒരെണ്ണമൊക്കെ മേടിച്ച് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല കൽക്കട്ട ബിരിയാണി, അതായത് കിഴങ്ങ് പുഴുങ്ങിയിട്ടൊരു ചിക്കൻ ബിരിയാണി, അത് പൊളി സാധനം അല്ലേ. പിന്നെ നമ്മൾ ആഗ്രഹിച്ച ഒന്നും ഒരു ബിരിയാണി നമുക്ക് കിട്ടിയില്ല. അതേതായിരുന്നു? തമിഴ്നാട് ബിരിയാണി. അല്ല, മറ്റേ നമ്മുടെ എന്താ പറയാ, ഒരു വലിയ ചെമ്പിലെ മറ്റേ റാവുത്തർ ബിരിയാണി. അത് ഞങ്ങൾ ആഗ്രഹിച്ച് പോയതായിരുന്നു, അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. വീഡിയോ നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് ഞങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഫസ്റ്റ് യാത്രയിൽ 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു അല്ലേ? പിന്നെ നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അതിൽ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് കമന്റുകൾ ഇടാം. അല്ല, നമുക്കിപ്പം നമ്മുടെ ഭാഗത്തൊരു നെഗറ്റീവ് ഉണ്ട്, പക്ഷെ അത് 4 ആൾ അറിയാതെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അതായത് ചിലവരെന്താന്ന് വെച്ചാൽ ഈ കമന്റ് ഇടുമ്പോഴേ 4 ആൾ അവരെ അന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചാൽ അവർ വന്ന് വെറുതെ വളവളാന്ന് കമന്റ് ഇടും. അപ്പം അങ്ങനെ ഇടാണ്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞവരുണ്ട്. അതെ, നിങ്ങൾ ഇനിയൊരു തെറ്റ് ചെയ്യുന്നുണ്ട്, അത് ഇനി നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അപ്പൊ അത് നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതെ, ഈ യാത്രയിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരുണ്ട്. വീഡിയോ കണ്ടും കമൻറ്റുകൾ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി ചിലവിലേക്ക് കിടക്കാം. ഈ ചെറിയ ബുക്കേ ഉള്ളൂ, ആകെ ഇതിന് മാത്രം വലിയ ചിലവൊന്നുമില്ല. ഇത് നമ്മൾ പെട്രോൾ അടിച്ചതിൻ്റെ ചിലവാട്ടോ. നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തെയും പെട്രോൾ, ഫുഡ്, ടോള്, ഫുഡ്, അല്ല റൂം, ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ എഴുതി. പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ, അതിൻ്റെ ഒക്കെ ഒരു എമൗണ്ടുകൾ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇതിൽ എഴുതിയിട്ടുണ്ടോ? അതിനകത്ത് എഴുതിയിട്ടില്ല. അത് എഴുതേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ. ഞങ്ങളിങ്ങനെ ബഡ്ജറ്റ് പറയാനുള്ള കാരണം, ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പൈസയും കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പോകാൻ തോന്നുകയാണെങ്കിൽ പോവാം. കാരണം ഈക്കോയിൽ പോകുന്നവർക്ക് മാക്സിമം ഈ പൈസയൊക്കെ തന്നെ വരുള്ളൂ. അതൊക്കെ പ്രതീക്ഷിക്കാം. ഓരോരുത്തരുടെ കയ്യിലിരിപ്പനുസരിച്ച് ചിലവ് മാറാൻ സാധ്യതയുണ്ട്. ഫുഡൊക്കെ ഇപ്പോൾ വലിയ വിലയുടെ ഒക്കെ ഫുഡൊക്കെ പോയി കഴിച്ചാൽ അതനുസരിച്ച് വില കൂടും. അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞ് നമ്മൾ ദാരിദ്ര്യം കാണിക്കുകയാണ് ഒരു ഭക്ഷണം മേടിച്ച് 2 കഴിക്കുന്നതെന്നൊക്കെ. അതൊന്നും അല്ല കേട്ടോ. കാരണം ഒരു ഫുഡ് മേടിച്ച ചില സ്ഥലങ്ങളിൽ ഒരു ഫുഡ് മേടിച്ചാൽ അത് 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. 3 പേർക്കും കഴിക്കാം. നല്ല ക്വാണ്ടിറ്റി കൂടുതലാണ് അവിടത്തേക്ക് ഫുഡിന്. ഇച്ചിരി വില കൂടുതലായിരിക്കും, പക്ഷേ ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അത് കാരണം ഞങ്ങളത് പറയാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞങ്ങളടുത്ത്, നിങ്ങൾ ഇത്ര ദാരിദ്ര്യം കാണിക്കല്ലേ. ദാരിദ്ര്യത്തിന് കാര്യമില്ല, കുറച്ച് ആൾക്കാർ ഞങ്ങളടുത്ത് പറഞ്ഞു ഈ ഫുഡിൻ്റെയൊക്കെ വില അറിയുകയാണെങ്കിൽ നമുക്കിപ്പോൾ വേറൊരാൾക്ക് ട്രിപ്പ് വരുമ്പം അവർക്കൊരു കാൽക്കുലേഷൻ വെച്ച് വരാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ഫുഡിൻ്റെ എമൗണ്ടും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്താനുള്ള കാര്യം. അതായത് മെയിൻ ഒരു കാര്യം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്നൊരു പൊറോട്ടയ്ക്ക് ഒരു ശരാശരി 12 രൂപ ഉള്ളൂ. ഇപ്പോൾ 2 പൊറോട്ട ഒരു മുട്ട റോസ്റ്റും കഴിച്ചാൽ എത്ര വരും? 100 രൂപേൻ്റെ താഴെ വരുള്ളൂ. പക്ഷേ അവിടെ അങ്ങനെയല്ല. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഈ റൊട്ടിക്കൊക്കെ പല സ്ഥലത്തും പല റേറ്റാണ്. ചില സ്ഥലത്ത് 20, ചില സ്ഥലത്ത് 30, ചില സ്ഥലത്ത് 50, അങ്ങനെ പല റേറ്റാണ്. പിന്നെ നോൺ വെജിന് അവിടെയൊക്കെ കുറച്ചൊക്കെ കുറവുണ്ട്. അതേപോലെ പക്ഷേ പനീർ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ് കേട്ടോ. അപ്പോൾ ഈ യാത്രയിൽ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി ഇതാണ്. പക്ഷെ ഈ വെജിറ്റേറിയൻ ഉള്ള ആൾക്കാരൊക്കെ സൂക്ഷിച്ച് വേണം സാധനം മേടിക്കാൻ. 700 രൂപേൻ്റെ വരെ ഏതൊക്കെയോ ട്രിപ്പിൽ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പനീർ കറി വാങ്ങി ഞങ്ങൾ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം, ഇങ്ങനെ യാത്ര പോകുന്നവർക്ക് വലിയൊരു ടിപ്പ് ഞങ്ങൾ പറഞ്ഞുതരാം. ടിപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും വണ്ടിയിൽ കിടക്കാനുള്ള സൗകര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ ടോള് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചിലവെന്ന് പറയുന്ന ടോളാണ്. അത് പണ്ട് വരെ ഈ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞൊരു വർഷം ലാസ്റ്റാന്ന് തോന്നുന്നു, ആഗസ്റ്റിലോ അങ്ങനെ എന്തോ ആണ് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ ആനുവൽ പാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ആനുവൽ പാസ്, അതായത് 3000 രൂപ നമുക്ക് ചിലവുള്ളൂ. ആ 3000 രൂപ എടുത്തു കഴിഞ്ഞാൽ രാജ്മാർഗ് യാത്ര എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴി ഈ 3000 രൂപ നമ്മൾ അടച്ച് നമ്മൾ ആനുവൽ പാസ് ആക്കി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേകൾ വഴി മൊത്തം നമുക്ക് 15 രൂപ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അതായത് 3000 ഡിവൈഡ് ബൈ 200 പാസ് നമുക്ക് അലൗഡാണ്. അതിൽ നാഷണൽ ഹൈവേയിൽ മാത്രം. ചില സ്ഥലത്ത് ഇപ്പോൾ നമുക്കറിയാം, ചില സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ പാർക്കിങ്ങിന് നമ്മുടെ ടോൾ പ്ലാസ അല്ല മറ്റേ ഫാസ്റ്റാഗിൽ നിന്ന് പിടിക്കുന്ന സ്ഥലമുണ്ട്. അതേപോലെ ചില സ്റ്റേറ്റ് ഹൈവേകളിൽ ടോൾ വെച്ചിട്ടുണ്ട്. ആ ടോളിലൊക്കെ നമുക്ക് എക്സ്ട്രാ പൈസ വേണം. പക്ഷെ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് സ്റ്റേറ്റ് ഹൈവേയും വന്നിട്ടില്ല, പാർക്കിങ്ങിനും കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് 100 ടോൾ എന്തായാലും ബാക്കിയുണ്ട്. 105 ഏതാണ്ട് ടോൾ ബാക്കിയുണ്ട്. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പും കൂടി പോകാനുള്ള പകുതി പോകാനുള്ള ടോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് ടോൾ ഇല്ലാണ്ട് ഞങ്ങൾ കഴിഞ്ഞ യാത്ര പോയി, അവോയ്ഡ് ടോൾ കൊടുത്തിട്ടാണ് നമ്മൾ യാത്ര പോയത്. അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിയത്. കാരണം ഇവിടുന്ന് ആകെ ലഡാക്ക് വരെ ഏതാണ്ട് 4-5 നടുക്കേ ഉള്ളൂ കിലോമീറ്റർ, 4000-5000 നടുക്ക്. ഞങ്ങൾ പക്ഷേ 14000 കിലോമീറ്റർ ഓടി. പോയി അവോയ്ഡ് ടോൾ കൊടുത്തിട്ട് നമ്മൾ കുറേ ഹൈവേന്ന് ഇറങ്ങുമ്പോൾ അത് നമ്മൾ ഒരെണ്ണത്തിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അല്ല, ഒരെണ്ണത്തിലാണെങ്കിൽ നമ്മളങ്ങനെ 5 കിലോമീറ്റർ അല്ലേ എന്ന് വിചാരിക്കും. അതൊരു 10-50 എണ്ണത്തിലാകുമ്പോൾ കിലോമീറ്റർ അതനുസരിച്ച് കൂടുകയാണ്.
അപ്പോൾ നമുക്ക് ചിലവിലേക്ക് കിടക്കാം. അപ്പോൾ ടോളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ടോൾ തന്നെ ആദ്യം പറയാം അല്ലേ. നമുക്ക് വണ്ടി എടുത്തപ്പോൾ നമുക്ക് അതിലൊരു ഫാസ്ടാഗ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ശരിക്കും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അവരോട് പറയണം, നിങ്ങൾ എൻജിൻ നമ്പറോ ചേസ് നമ്പറോ വെച്ചിട്ട് ടോൾ എടുക്കരുതെന്ന് പറഞ്ഞു. ചേസ് നമ്പർ വെച്ച് ടോൾ എടുത്താൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കാം, പക്ഷേ എന്താ പ്രശ്നം, അത് റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം, അത് തന്നെ പറ്റുള്ളൂ. നമുക്ക് ഈ രാജമാർഗ യാത്രയിൽ കയറിയിട്ട് എൻജിൻ നമ്പർ ഒന്നും അടിച്ചിട്ട് നമ്മുടെ ടോളിൻ്റെ ഇതൊന്നും കിട്ടുമൊന്നുമില്ല. ഫാസ്ടാഗ് റീചാർജ് ചെയ്യാൻ പറ്റും, അതായത് മറ്റേ ആനുവൽ പാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പോണ വഴിക്ക് അതിൽ ഞങ്ങളൊരു 1000 രൂപ ഇട്ടിരുന്നു. പിന്നെ ഒരു 600 രൂപയ്ക്ക് നമ്മൾ പുതിയ ടോൾ എടുത്തു. അപ്പോൾ ടോൾ എടുത്തിട്ട് പശുവിനെ കൊണ്ടുപോകാൻ ചേട്ടാ. അപ്പോൾ ടോൾ എടുത്തതിന് 600 രൂപ വന്നു. അപ്പോൾ 1600. പിന്നെ ഞങ്ങൾ ആനുവൽ പാസ് എടുത്തതിന് 3000. അത് നമുക്ക് തന്നെ സ്വന്തം എടുക്കാമെന്നുള്ളൂ കേട്ടോ. 600 രൂപയാണ് ടോളിന് വന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും 4600 രൂപ നമുക്ക് ടോളിന് മാത്രം ഈ യാത്രയിൽ വന്നിട്ടുള്ളൂ അല്ലേ. അത് ശരിക്കും ഭയങ്കര ഒരു ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് കിലോമീറ്ററാണ്. ആകെ 8665 കിലോമീറ്റർ നമ്മൾ ഈ യാത്രയിൽ ഓടിയിട്ടുള്ളൂ അല്ലേ. ശരിക്കും 3000 സംതിങ് ആണ് വൺ സൈഡ് വരിക. 1000 കിലോമീറ്റർ എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഊട്ടി വഴിയൊക്കെ അല്ലേ കയറി. അതെ, അപ്പോൾ അതിൻ്റെയൊക്കെ കിലോമീറ്റർ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ഓടാൻ വേണ്ടിയിട്ട് നമുക്ക് 51,082 രൂപേൻ്റെ, അതായത് ലിറ്റർ കണക്കിൽ നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു 17-17.5 മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആരും കൂട്ടരുത്. 8665 കിലോമീറ്റർ ഓടാൻ 51,000 രൂപേൻ്റെ പെട്രോൾ. അപ്പോൾ എങ്ങനെയാണ് അത് കണക്ക്? അങ്ങനെ ചിന്തിക്കരുത്. കാരണം പല സ്റ്റേറ്റിലും പല വിലയാണ്. ഞങ്ങളിത് ആ വിലകൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ എത്ര ലിറ്റർ പെട്രോൾ അടിച്ചു എന്നുള്ളത് ഞങ്ങൾ കറക്റ്റ് പറയുന്നതായിരിക്കും. പെട്രോൾ നമ്മൾ 51,082 രൂപേൻ്റെ പെട്രോൾ അടിച്ചിട്ടുള്ളൂ അല്ലേ. ഈ പ്രാവശ്യം ഭയങ്കര കുറവായിരുന്നു. മറ്റ് യാത്രകൾ പോലെയല്ല, ഈ പ്രാവശ്യം നമുക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പെട്രോൾ അടിക്കൽ അല്ലേ. പിന്നെ നമ്മൾ ആകെ 3 പ്രാവശ്യം റൂം എടുത്തിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ സംഭവം. കഴിഞ്ഞ ട്രിപ്പിലൊക്കെ ഒരു 10 റൂമിന്റെ മേളിൽ എടുത്തിട്ടുണ്ട്. ഫുഡും താമസവും ഭയങ്കര പൈസ പോയിട്ട് അങ്ങനെയാണ് ആ ഒരു 1,00,000 അടുത്തങ്ങണ്ട് എത്തിയത് കഴിഞ്ഞ ട്രിപ്പ്. ഈ പ്രാവശ്യം നമ്മൾ ആകെ 3 റൂം എടുത്തു. അതിൽ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറഞ്ഞാൽ 1500 രൂപേൻ്റെ റൂം, പിന്നെ ഒരു 1400, പിന്നെ ഒരു 1000. അങ്ങനെ റൂം മാത്രം 3900 റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത്. മൊത്തത്തിൽ ആകെ 3 റൂം അല്ലേ. അത് ഭയങ്കര ഒരു സംഭവം. ഹാപ്പി. ഞങ്ങൾ വീട്ടിൽ നിന്ന് കണക്കൂട്ടിയപ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ പകുതി ഹാപ്പി ആയിരുന്നു ആ ഒരു കാര്യത്തിൽ. അതാണ് നമ്മുടെ വലിയ വണ്ടിയും ചെറിയ വണ്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് തോന്നിയിട്ടുണ്ട്. ചെറുതിൽ നമുക്ക് ഉറങ്ങുമ്പോൾ നമുക്ക് അത്ര ഒരു ഇത് കിട്ടില്ല. കംഫർട്ട് അല്ല, ഉറക്കം ശരിയാവില്ല. ഇതാകുമ്പോൾ നമുക്ക് ഉറക്കവും ശരിയാവും. ഈ 3 ദിവസം നമ്മൾ റൂം എടുത്തുള്ളൂ. പിന്നെ നമുക്ക് ആകെ വരുന്നത് എന്താണ്, ഫുഡ്. പിന്നെ ഫുഡാണ് നമുക്കൊരു ചിലവ് വന്നിട്ടുള്ളൂ. പെട്രോളും ഫുഡും തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ചിലവ്. ഫുഡ് നമ്മൾ കഴിച്ച ഫുഡ് മാത്രം, അതായത് കടയിൽ നിന്ന് കഴിച്ച ഫുഡ് മാത്രമല്ല കേട്ടോ പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് കഴിച്ചതും അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ച സാധനങ്ങളും അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ക് പറയുന്നത്. ഇവിടെ നമ്മൾ പല സ്ഥലത്തും കൊണ്ടുപോയത് ഒരു 5000 രൂപേൻ്റെ സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിൽ കൂട്ടിയിട്ടില്ല. അതൊരു 5000. അത് നമ്മൾ സാധനങ്ങൾ വാങ്ങിയ മാത്രം എമൗണ്ട്. അതായത് അരി, ബിരിയാണി അരി, നമ്മുടെ സാധാ കുത്തരി, ഗ്യാസ് തൊട്ട് ഉള്ള സാധനങ്ങൾ, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയാം. അതെല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും 5000 രൂപ അതിനായിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് 17,171 രൂപയുടെ ഫുഡ് ഞങ്ങൾ കഴിച്ചു. ഉണ്ടാക്കിയും കഴിച്ചു. കുക്കർ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു. അതേപോലെ ചോറും കറി, അങ്ങനെ പല സാധനങ്ങൾ പല രീതിയിലാക്കി ഞങ്ങൾ കഴിച്ചു. ഉപ്പുമാവ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ എമൗണ്ട് ആണ് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ 17,171 രൂപയുടെ ഫുഡ് ഞങ്ങൾ കഴിച്ചു. അപ്പം ഇത്രയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ചെലവ്. അതിന് വേറൊരു മെയിനായിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഫുഡിന്റെ ഇപ്പോൾ 17,000 വന്നെങ്കിൽ അതിന്റെ പകുതി എമൗണ്ട് നമുക്ക് സ്പോൺസർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിലും ട്രിപ്പിലും നമുക്ക് സ്പോൺസറായിട്ട് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സ്പോൺസേഴ്സ് ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, തുറന്നു പറയാലോ. പിന്നെ കുറേ ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു, അതാരാന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. സെയ്ദക്കയാണ്. അപ്പോൾ സെയ്ദക്കയാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിലും ഫുഡിന്റെ പകുതി പൈസ തന്നിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഒരുപാട് പേര് നമുക്ക് ചെറിയ ചെറിയ പൈസ, ചെറിയ സഹായങ്ങൾ, പേര് പറയണ്ടെന്ന് പറഞ്ഞ് ചെറിയ സഹായങ്ങൾ, ഒരു ദിവസത്തെ പെട്രോൾ അടിക്കാൻ, ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് നിങ്ങളാണ് ഞങ്ങളുടെ ഒരു ഗസ്റ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് മേടിച്ച് തരുന്ന രീതിയിലാണ്, നിങ്ങളത് മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സന്തോഷം.
അതേപോലെ ഒരുപാട് പേര് 10 ദിവസത്തേക്കുള്ള ഒരു ഫുഡിന്റെ പൈസ അല്ലേ? 10 ദിവസത്തേക്കുള്ള ഫുഡിന്റെ പൈസ ഞങ്ങള് ഒരു ദിവസം 300 രൂപന്റെ ഒക്കെ ഫുഡാണ് 300-350 മാക്സിമം ഞങ്ങൾ ചെയ്യലുള്ളൂ. ആ ചേട്ടന് 300 പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ 10 ദിവസത്തേക്കുള്ള ഫുഡിന്റെ പൈസ വന്നു. അങ്ങനെ കുറച്ച് പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൊത്തം ചിലവ്, അതായത് പെട്രോൾ, ഫുഡ്, റൂം, ടോള്, അങ്ങനെ മൊത്തത്തിൽ ചിലവ് 76,853 രൂപയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ട്രിപ്പിനേക്കാളും നമ്മൾ കുറഞ്ഞു. കഴിഞ്ഞ ട്രിപ്പ് നമുക്ക് 1 ലക്ഷം രൂപ വന്നിരുന്നു. ഇനി നമ്മൾ അടുത്ത ട്രിപ്പിൽ നമുക്ക് കുറച്ചും കൂടെ കുറയ്ക്കാം. ഇതിലും കുറയ്ക്കാം. 10 നമ്മളെ കൊണ്ട്. അത് ദൂരം കുറച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, നമ്മൾ ഇടയ്ക്ക് വെച്ച് ചെറിയ ചിലവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു മേഘാലയയിൽ വെച്ച്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് വന്നൊരു കാര്യം, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടി, കോടികൾ കിട്ടി, ലക്ഷങ്ങൾ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് അഷ്ടിമുഷ്ടി ജീവിച്ചു പോകാനുള്ളത് കിട്ടുന്നുണ്ട്. അതില്ലെന്ന് ഞങ്ങൾ പറയില്ല. അത് ഞങ്ങൾ പറയില്ല. കാരണം ഞങ്ങളുടെ ചെലവും കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വെച്ച് ചെലവാക്കിയ പൈസയും കിട്ടും. അതേപോലെ വീട്ടിൽ സാധനങ്ങൾ മേടിക്കാനുള്ളതും നമ്മുടെ ആവശ്യങ്ങൾ നടത്താനുള്ള പൈസയും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. അത്രയാണ്. അല്ലാണ്ട് നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ കോടികളൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് പേഴ്സണലി ഞങ്ങളുടെ വ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഞങ്ങൾക്ക് കോടികൾ കിട്ടുന്നുണ്ടോ. ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ അറിയാവുന്ന ഞങ്ങളെ അപമാനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എബോണ്ടിനെ പറ്റി ഞങ്ങൾ പറയാത്തത് അല്ലേ. പിന്നെന്താ പറയാനുള്ളത്? ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഹാപ്പി ആയിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും കൂടി പോകുമ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ വഴക്കിടാറുണ്ട്, പിരിയലുണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടലുണ്ട്, അങ്ങനെ പലതും ഇടയിൽ പല പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഞങ്ങൾ വീഡിയോയിൽ ഞങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നമ്മുടെ ഈ ഒരു യാത്രയൊക്കെ ആകുമ്പോൾ മെയിൻ അതൊക്കെ കാണിച്ചാൽ നമുക്ക് വ്യൂസ് കൂടും. ഞങ്ങൾ പക്ഷേ അതിന്റെ ആവശ്യമില്ല. ഞാൻ വേണ്ടി നമ്മുടെ കുടുംബ പ്രശ്നം അതാണ് പറഞ്ഞല്ലോ. അതൊക്കെ നമ്മുടെ പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും വീഡിയോയിലേക്ക് എടുത്തിട്ട് വ്യൂസ് ആക്കേണ്ട ആവശ്യമില്ല. ചിലർ അങ്ങനെ ചെയ്ത് അവർക്ക് തന്നെ പണി കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ബോണ്ട് ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ വേറൊരു വീട്ടിലൊക്കെ ആകുമ്പോൾ അടി ഉണ്ടാക്കുന്ന കുറേ ദിവസം ഞങ്ങൾക്ക് മിണ്ടാണ്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരും വീട്ടിലൊക്കെ ആകുമ്പോൾ. നമ്മൾ വണ്ടിയിലാകുമ്പോൾ നമുക്ക് മിണ്ടിയേ പറ്റുള്ളൂ. രാത്രി രാത്രി ഒന്നും ആവണ്ട, അതിന് മുന്നേ തന്നെ നമ്മുടെ സോൾവ് ആവും. കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ അങ്ങോട്ട് ചോദിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് നമ്മളെ ഉള്ളിനുള്ള ഒരു കുശുമ്പുണ്ടല്ലോ. അതിൽ നിന്ന് വലിയൊരു പാഠം എന്താണെന്നറിയോ? ആരെങ്കിലും ഒക്കെ വഴക്കിടുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയാ തീരാന്ന് പ്രശ്നമുള്ളൂ. സംസാരമാണ് മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം. കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ പ്രശ്നം എന്ന് പറയില്ലേ, അതുപോലെ. ഞാനിത് ഇട്ടപ്പോഴേ മീനുകൾ വന്ന് കൊത്തുന്നത്. തിന്നാനുള്ള സാധനം അല്ല താനും ഇട്ട കമ്പം കഷ്ണ. പിന്നെന്താ പറയാ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെലവിന്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെലവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇനി പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നവരെ ബൈ.